കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം.
ചെറുകാശ് പോലെ കാഴ്ചയിൽ കൈക്കൊള്ളുവാൻ കനിവാകണമേ. സ്വീകരിക്കണമേ നാഥാ, സ്വീകരിക്കണമേ. എന്നെ ഇന്ന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സ്വീകരിക്കണമേ. എന്നെ ഇന്ന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനം അതിമനോഹരമാണ്. തടവറയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച പൗലോസിനോടും സീലാസിനോടും ഒരു പടയാളി വന്ന് ചോദിക്കുന്നുണ്ട്, യജമാനനെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? ഇവിടെ ഒരു വലിയ വ്യത്യസ്തത നാം കാണുന്നുണ്ട്. സാധാരണ തടവറയിൽ കിടക്കുന്ന വ്യക്തിയാണ് പട്ടാളക്കാരനോട് ചോദിക്കുന്നത്, യജമാനെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന്. ഇവിടെ ഒരു പട്ടാളക്കാരൻ വന്ന് പൗലോസിനോട് സീലാസിനോട് ചോദിക്കുകയാണ്, യജമാനനെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു വലിയ ആത്മീയ സ്വാതന്ത്ര്യം തടവറയിൽ കിടന്നപ്പോഴും ചങ്ങലകളാൽ പൂട്ടപ്പെട്ട് കിടന്നപ്പോഴും ഈ പടയാളി കണ്ടു. അവനത് രുചിച്ചറിഞ്ഞു. ആ ഒരു അനുഭവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പടയാളി വന്ന് പൗലോസിനോട് ചോദിക്കുന്നത്, യജമാനനെ രക്ഷ പ്രാപിക്കുവാൻ ഞാനും എന്താണ് ചെയ്യേണ്ടത്? പൗലോസും സീലാസും ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു വലിയ ബോധ്യം നമ്മളിൽ നിറയും. വിശ്വാസവും രക്ഷയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന്, നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട് എന്ന് നീ നിന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ അത് വലിയ രക്ഷയിലേക്കുള്ള കവാടത്തിൻ്റെ വഴി തുറക്കലായി. വീണ്ടും ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുന്നു എങ്കിൽ അതിൻ്റെ ആദ്യത്തെ പടി അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ. സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ഇവിടെ നാം കാണുന്നു, വിശ്വാസവും സ്നേഹവും തമ്മിൽ വലിയ ഒരു ബന്ധം നാം കാണുന്നു. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് ദാനിയേലിനോട് ഇപ്രകാരം പറയുന്നുണ്ട്, ദാനിയേലേ, നിന്റെ കർത്താവ് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഭൂമിയിൽ ദൈവമായ കർത്താവ് ഒരു ദാനിയേലോട് മാത്രമല്ല ഇത് അരുളി ചെയ്യുന്നത്. ഈ ഭൂമിയിലുള്ള സകല മക്കളെയും നോക്കി കർത്താവ് നമ്മളെ വാരിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് തിരിച്ച് കർത്താവിനെ നമുക്ക് കാണിച്ചു കൊടുക്കണം, ഈശോയെ ഞാനും അത്യധികം സ്നേഹിക്കുന്നുവെന്ന്. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, അങ്ങ് എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിച്ചത്? തകർന്ന് തരിപ്പണമായ പോയപ്പോൾ നീ ചോദിച്ചു, ഇതായിരുന്നോ നിന്റെ സ്നേഹം? മാരകമായ രോഗങ്ങൾക്ക് അടിപ്പെട്ടപ്പോൾ നീ ചോദിച്ചു, ഇതായിരുന്നോ നിന്റെ സ്നേഹം? നിന്റെ കരം കുറുകിപ്പോയോ? നിന്റെ കാത് അടഞ്ഞുപോയോ? ദൈവമായ കർത്താവ് നമ്മുടെ ചങ്കിൽ കൈവച്ചുകൊണ്ട് കണ്ണിൽ നോക്കിക്കൊണ്ട് പറയുന്നു, എൻ്റെ കരമല്ല മക്കളെ കുറുകിപ്പോയത്, നിന്റെ കരമാ കുറുകിപ്പോയത്. എൻ്റെ കാതുകളല്ല അടഞ്ഞുപോയത്, നിന്റെ കാതുകളാ അടഞ്ഞുപോയത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ജ്വലനത്താൽ കുറുകിപ്പോയ കരങ്ങൾ സ്വർഗത്തോളം ഉയർത്തപ്പെടുവാൻ,
അടയപ്പെട്ട കാതുകൾ ദൈവസ്വരത്തിനായി തുറക്കപ്പെടുവാനുള്ള യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തെ ജ്വലിപ്പിക്കണം. കാരണം 91 സങ്കീർത്തനം അതിൻ്റെ 14, 15, 16 തിരുവചനങ്ങളിൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. അവൻ്റെ നിലവിളി ഞാൻ കേൾക്കും. അവനെ ഞാൻ വിടുവിക്കും. അവനെ ഞാൻ സംതൃപ്തനാക്കും. അവന് ഞാൻ ദീർഘായുസ്സ് നൽകും. തീർന്നില്ല. 16 തിരുവചനം വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു: എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഇപ്രകാരം രക്ഷിക്കുമെന്നും രക്ഷ കാണിച്ചു തരുമെന്നും സംരക്ഷിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്ന ഒരു കർത്താവിനെ വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും കൂടെ നടക്കുവാനും നമുക്ക് എന്തിനാ മടി? ഒരു വ്യക്തിയുടെ രക്ഷ ആരംഭിക്കുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ വളർച്ചയിലാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ തകർച്ച ആരംഭിക്കുന്നതും അവൻ വിശ്വാസ തകർച്ചയിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരിടത്തും ഒരിക്കലും ഏതു സാഹചര്യത്തിലും തോറ്റുപോകാതിരിക്കുവാൻ ഒരേ ഒരു കാര്യം മാത്രം ഞാനും നിങ്ങൾ ചെയ്താൽ മതി: കണ്ണുമടച്ച് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടിനെ എന്ന വണ്ണം ഞാൻ നിങ്ങളെ അയക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം പരിശോധിച്ചാൽ ഒരു വലിയ കാര്യം നമുക്ക് മനസ്സിലാകും. ഇവിടെ അയക്കപ്പെട്ടത് ചെന്നായല്ല, അയക്കപ്പെട്ടത് കുഞ്ഞാട്. കുഞ്ഞാടാണ് അയക്കപ്പെട്ടതെങ്കിൽ അയച്ചവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് പ്രഖ്യാപിക്കാനുള്ളതല്ല, വിശ്വാസം എന്ന് പറയുന്നത് ജീവിക്കാനുള്ളതാണ്. തിരുവചനത്തിൽ നാം കാണുന്നു, അപ്പസ്തോല പ്രവർത്തനം 14 അധ്യായം അതിൻ്റെ 10 മുതലുള്ള തിരുവചനം അതിമനോഹരമാണ്. പൗലോസ് അപ്പസ്തോലൻ ലിസ്ത്രയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ജന്മനാ മുടന്തനായ ഒരു മകൻ വചനം കേട്ടുകൊണ്ടിരുന്നു. പൗലോസിൽ അതിരത്തിലൊഴുകിയ ജീവന്റെ വചനം, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോ പൗലോസ് അവനെ നോക്കി. സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം അവന്റെ കണ്ണുകളിൽ കണ്ട പൗലോസ് അവനോട് പറഞ്ഞു: എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റ് ഓടി നടന്നു. പ്രിയമുള്ളവരെ, ഇവിടെ വിശ്വാസത്തിന്റെ ഒരു വലിയ തലം നാം കാണുകയാണ്. സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം നമുക്ക് വേണം. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കൂദാശകൾ ആഴപ്പെട്ട് ജീവിക്കുമ്പോൾ, സ്വർഗം നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം നിന്റെ കണ്ണുകളിലുണ്ടോ, നിന്റെ ഹൃദയത്തിലുണ്ടോ എന്ന്. വീണ്ടും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 17 തിരുവചനം നാം കാണുന്നു. ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് മലയിറങ്ങി വരുമ്പോൾ ഒരു ജനക്കൂട്ടം കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. അപ്പോൾ ഒരപ്പൻ ഒരു മകന്റെ കൈയും പിടിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു: കർത്താവേ, എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുക്ക് അപ്പൻ്റെ മകനെ കൊണ്ടുവരുന്നതിന് മുമ്പ് മറ്റു പലരുടെയും അടുത്ത് അപസ്മാര രോഗം പിടിപെട്ട ആ മകന് സൗഖ്യം കിട്ടാൻ വേണ്ടി കൊണ്ടുചെന്നു. അപ്പം പറയുന്നുണ്ട്: കർത്താവേ, നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് എൻ്റെ മകന്റെ അപസ്മാര രോഗം സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ കൊണ്ടുചെന്നു. അവർ പ്രാർത്ഥിച്ചു, പക്ഷേ എൻ്റെ കുഞ്ഞിന് യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല, സൗഖ്യം കിട്ടിയില്ല. പ്രിയമുള്ളവരെ, സൗഖ്യം കൊടുക്കുവാനുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നാമതായി നാം കാണുന്നു, സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം വേണം. രണ്ടാമത് നമുക്ക് കാണുന്നു, സൗഖ്യം കൊടുക്കുവാനുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വേണം. വീണ്ടും മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 അധ്യായം അതിൻ്റെ 5 തിരുവചനം നാം കാണുന്നു. ഒരു തളർവാദ രോഗിയെ കിടക്കയോടുകൂടി യേശു ഇരിക്കുന്ന ഭവനത്തിന്റെ ഉൾമുറിയിലേക്ക് ഓട് പൊളിച്ച് മേൽക്കുല പൊളിച്ച് കിടക്കയോടി ഇറക്കുമ്പോൾ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്: അവരുടെ വിശ്വാസം കണ്ട അവന് സൗഖ്യം നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു 3 വിശ്വാസത്തിന്റെ പ്രവൃത്തി നാം കാണുന്നു. 1, സൗഖ്യം പ്രാപിക്കാനുള്ള വിശ്വാസം വേണം. 2, സൗഖ്യം കൊടുക്കാനുള്ള വിശ്വാസം വേണം. 3, മറ്റുള്ളവരുടെ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യവും രക്ഷയും വിടുതലും. വിശ്വാസത്തിന്റെ ഈ പ്രവർത്തികളിൽ ഏതെങ്കിലും ഒന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുവാൻ ആത്മാർത്ഥമായി വിശ്വാസത്തിന്റെ ഉൾക്കരുത്ത് നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
അഴുകിയ ലാസറിനെ ഉയർപ്പിക്കുവാൻ കർത്താവ് ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ: കണ്ണുമടച്ച് വിശ്വസിക്കുക. ഒരു പുരുഷനെ കൂടാതെ ഞാൻ ഗർഭം ധരിക്കുമെന്ന് പരിശുദ്ധി അമ്മ കണ്ണുമടച്ച് വിശ്വസിച്ചതുപോലെ ദൈവസന്നിധിയിൽ നീയും കണ്ണുമടച്ച് വിശ്വസിക്കണം. എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന്. അതുകൊണ്ടാണ് മർത്തായോടും മറിയത്തോടും ഈശോ പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണും. ഇന്ന് നമ്മുടെ ചങ്കിൽ കൈവച്ച് കണ്ണിൽ നോക്കിക്കൊണ്ടും ഈശോ ഇത് തന്നെയാ 1000 തവണ നിന്നോട് പറഞ്ഞു കഴിഞ്ഞത്: മോനെ നീ വിശ്വസിക്ക്, മോളെ നീ വിശ്വസിക്ക്, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തെ കാണുവാനുള്ള കണ്ണാണ് വിശ്വാസം. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 21 തിരുവചനം. ജൈറോസ് ഈശോയുടെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ കൊച്ചുമകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടുന്ന് വരണം, സൗഖ്യം നൽകണം. അവിടെ നാം കാണുന്നുണ്ട് ഈശോ അവൻ്റെ കൂടെ പോയി. പ്രിയമുള്ളവരെ, കുറെ അങ്ങ് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ജൈറോസിന്റെ ഒരു ഭൃത്യൻ വന്ന് യജമാനോട് ഇങ്ങനെ പറയുന്നുണ്ട്: യജമാനെ, ഗുരുവിനെ കഷ്ടപ്പെടുത്തണ്ട, കുഞ്ഞ് മരിച്ചുപോയി. സാധാരണ ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയും, ചങ്ക് കൈവച്ച് തലേ കൈവച്ച് എല്ലാം തീർന്നല്ലോ. ജൈറോസ് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ കർത്താവ് ഒന്ന് മാത്രമേ ജൈറോസിനോട് പറഞ്ഞുള്ളൂ: നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രിയമുള്ളവരെ, അടുത്ത വചനം നാം കാണുന്നു. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 31 തിരുവചനത്തിൽ ഈശോ ആ ഭവനത്തിൽ പ്രവേശിച്ചു. കർത്താവ് ഭവനത്തിൽ കടന്നയുടനെ അവൻ കണ്ടത് കരച്ചിൽ, നിലവിളി, പരിഹാസം. കർത്താവ് അവരെയെല്ലാം പിടിച്ച് പുറത്താക്കിയതിന് ശേഷമാണ് അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രവൃത്തി ആ ബാലികയിലേക്ക് ഒഴുക്കിയത്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന് എതിരായ പ്രവൃത്തികളാണ് കരച്ചിലും നിലവിളിയും പരിഹാസവും നിരാശയും കളിയാക്കലുമൊക്കെ. ഇവിടെ കർത്താവിന് കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ഉത്കണ്ഠ വിശ്വാസത്തിൻ്റെ അവസാനവും, വിശ്വാസം ഉത്കണ്ഠയുടെ അവസാനവുമാണ്. അനുസരണം കുറഞ്ഞു പോകുന്നത് വിശ്വാസം കുറയുന്നത് കൊണ്ടാണ്. വിശ്വാസം കുറയുന്നത് അനുസരണം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം തുറക്കുമ്പോൾ അനേക ഇടങ്ങളിൽ നാം കാണുന്നുണ്ട്: ഞാൻ അബ്രാഹത്തിന്റെ ദൈവമാണ്, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാണ്, ഞാൻ യാക്കോബിന്റെ ദൈവമാണെന്ന് ആവർത്തിച്ച് പറയുന്നത്. അബ്രാഹത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അബ്രാഹം പോകുന്നിടത്തെല്ലാം ദൈവത്തിന് വേണ്ടി അൾത്താരകൾ പണിതവനാ, ബലിപീഠമുയർത്തി ബലി സമർപ്പിച്ചവനാ. അവന്റെ ജീവിതം മുഴുവൻ അനുസരണമായിരുന്നു, അവന്റെ ജീവിതം മുഴുവൻ സമർപ്പണമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അബ്രാഹത്തിന്റെ ദൈവമാണെന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കുന്നവന്റെ ദൈവമാണ് എന്നാണ് അർത്ഥം. ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് ഇടപെടുന്ന ദൈവമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയോ ഇടങ്ങളിൽ, എത്രയോ അവസരങ്ങളിൽ തക്ക സമയത്ത് അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവൻ നേരത്തെയും വരില്ല, അവൻ താമസിച്ചും വരില്ല, അവൻ വരേണ്ട സമയത്ത് വരിക തന്നെ ചെയ്യും. ഈ ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ട് നിനക്ക് പറയാൻ പറ്റും: എൻ്റെ കർത്താവ് ഇസ്ഹാക്കിന്റെ ദൈവമാണെന്ന്. യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ കുറവുള്ളവന്റെ ദൈവമാണ്. യാക്കോബ് കുറവുള്ളവനാ, കുതികാല് വെട്ടിയ. ഒരിറ്റ് പായസം വിശപ്പെടുക്കാൻ ചോദിച്ചപ്പോൾ കടിഞ്ഞൂൽ പുത്ര അവകാശം വിട്ടുതരാമെങ്കിൽ പായസം തരാമെന്ന് പറഞ്ഞുകൊണ്ട് കടിഞ്ഞൂൽ പുത്ര അവകാശം തട്ടിയെടുത്തവൻ യാക്കോബ്. അപ്പൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ഏസാവാണെന്ന് പറഞ്ഞുകൊണ്ട് വേഷപ്രച്ഛനായി കടിഞ്ഞൂൽ പുത്ര അനുഗ്രഹവും തട്ടിയെടുത്തവൻ യാക്കോബ്. പ്രിയമുള്ളവരെ, യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ കുറവുള്ളവന്റെ ദൈവമാ. നീ നിന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം: എൻ്റെ കർത്താവ് അബ്രാഹത്തിന്റെ ദൈവമാ, എൻ്റെ കർത്താവ് ഇസ്ഹാക്കിന്റെ ദൈവമാ, എൻ്റെ കർത്താവ് യാക്കോബിന്റെ ദൈവമാ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവന്റെ ദൈവം, തക്ക സമയത്ത് ഇടപെടുന്ന ദൈവം, കുറവുള്ളവന്റെ ദൈവം. പ്രിയമുള്ളവരെ, യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് കാത്തിരിപ്പിന്റെ വിശ്വാസമാണ്. അബ്രാഹം സംശയിക്കാതെ, ചോദ്യം ചെയ്യാതെ കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വിശ്വാസത്തോടെ കാത്തിരുന്നു. യഥാർത്ഥ വിശ്വാസം ഇടറാത്ത പതറാത്ത വിശ്വാസമാണ്. അത് ജോബിന്റെ വിശ്വാസമാണ്.
ജോബിന്റെ പുസ്തകത്തിൽ ആദ്യം തന്നെ സാത്താനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ജോബിനെ കണ്ടോ എന്ന് പറഞ്ഞാൽ ജോബ് ദൈവത്തിന്റെ അഭിമാനമായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള, അബ്രാഹത്തോടും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ ജ്വലനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈശോ നിന്റെ ചങ്കിൽ കൈവച്ചുകൊണ്ട് അഭിമാനത്തോടെ പറയും, എൻ്റെ ജോബിനെ പോലെ. പ്രിയമുള്ളവരെ, ഈ ഒരു സ്വരം കേൾക്കുവാനുള്ള ആത്മാർത്ഥമായ ദാഹവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മദർ തെരേസ ഒരിക്കൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്നാലും ഞാൻ അങ്ങയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അമ്മ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന മുഴുവൻ ശരിയാണ്, അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. 2 കൊരിന്തോസ് 13-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അറിയുവിൻ. നിങ്ങളെ തന്നെ പരിശോധിച്ച് അറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിനക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ ഈ വിശ്വാസ പരീക്ഷയിൽ നീ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓരോ ദിവസവും മോറിയ മല അനുഭവമുണ്ട്. അവൻ നമ്മുടെ സ്നേഹത്തെ പരിശോധിക്കുന്നുണ്ട്, അവൻ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നുണ്ട്, അവൻ നമ്മുടെ പ്രാർത്ഥനയെ പരിശോധിക്കുന്നുണ്ട്, അവൻ നമ്മുടെ വിശ്വസ്തതയെ, വിശുദ്ധിയെ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 26-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം തിരുവചനത്തിൽ ദാവീദ് വലിയ നിലവിളിയോടുകൂടി ഇങ്ങനെ ചോദിച്ചത്, കർത്താവേ, എന്നെ ഒന്ന് പരീക്ഷിച്ച് അറിയണമേ. കർത്താവേ, എന്നെ ഒന്ന് പരിശോധിച്ച് അറിയണമേ. കർത്താവേ, എന്നെ ഒന്ന് ഉരച്ച് നോക്കണമേ. ആർക്കുണ്ട് ചങ്കുറ്റം? ദാവീദ് ദൈവസന്നിധി ചോദിച്ചതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ഓരോ പ്രഭാതത്തിലും നിന്റെ ചങ്കിൽ ജീവന്റെ തുടിപ്പുണ്ട് എന്ന അത്ഭുതം നീ തിരിച്ചറിയുമ്പോൾ ചങ്കുറ്റത്തോടെ നീ ചോദിക്കണം, കർത്താവേ, ഈ ദിവസത്തെ ഓരോ നിമിഷങ്ങളിലും നീ എന്നെ ഒന്ന് പരീക്ഷിച്ചറിയണമേ, നീ എന്നെ ഒന്ന് പരിശോധിച്ചറിയണമേ, നീ എന്നെ ഒന്ന് ഉരച്ചു നോക്കണമേ. അവിടെയാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ അഭിമാനമായിട്ട് മാറുന്നത്. കർത്താവിൻ്റെ ആ വലിയ കാരുണ്യത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് നമ്മളെ വിട്ടുകൊടുക്കണം. ഈശോയുടെ കൂടെ പരസ്യജീവിതകാലം മുഴുവൻ നടന്ന ശിഷ്യന്മാർ അവിടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ഹൃദയം കൊണ്ടെല്ലാം അത്ഭുതങ്ങളും വിടുതലും രക്ഷയുമെല്ലാം രുചിച്ച്, കണ്ട്, കേട്ട്, തൊട്ട് രുചിച്ചറിഞ്ഞവരാണ് അപ്പസ്തോലന്മാർ. അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ അവരിങ്ങനെ കർത്താവിന്റെ വ്യക്തിപരമായ സ്നേഹാനുഭവത്തിന്റെ നെറുകയിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ കണ്ടു, തീർന്നില്ല, ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചു, തീർന്നില്ല, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ രുചിച്ചറിഞ്ഞു. ആ കർത്താവിനെ ഇതാ നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മരിക്കുന്നതിന് മുമ്പെങ്കിലും ഈ അപ്പസ്തോലന്മാരെന്ന് പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തോട് ചേർന്നിരുന്നു കൊണ്ട്, പ്രാർത്ഥനാ ജീവിതത്തോടും സമർപ്പണ ജീവിതത്തോടും വിളിയോടുമൊക്കെ ചേർന്നിരുന്നു കൊണ്ട് കർത്താവെ അവിടുത്തെ കാണുവാനും സൂക്ഷിച്ച് വീക്ഷിക്കുവാനും കേൾക്കുവാനും തൊടുവാനും രുചിച്ചറിയുവാനുള്ള ഒരു പുത്തൻ അഭിഷേകം തരണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും ദുരിതങ്ങളും വരൾച്ചകളും കടന്നു വരുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് നോക്കി വിറയ്ക്കാതെ കർത്താവിന്റെ വാഗ്ദാനത്തിലേക്ക് നോക്കി വിശ്വാസത്താൽ നീ ഉറയ്ക്കണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വിടുതലും രക്ഷയും വാഗ്ദാനം ചെയ്തിരിക്കുന്ന എൻ്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവ് എനിക്ക് കൂടെ ഉണ്ട്. പ്രിയമുള്ളവരെ, നമുക്കും പ്രാർത്ഥിക്കാം. ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഈ വിശ്വാസം കൊണ്ടൊന്നും കാര്യമില്ല. കർത്താവിന്റെ കൂടെ നടക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ ജ്വലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവിനോട് ഒത്തിരി സ്നേഹത്തോടെ ഇതുവരെ കേട്ട തിരുവചനത്തിന് യോഗ്യതയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. നിന്റെ കൂടെ നടക്കുവാൻ, നിന്റെ കൂടെ ഇരിക്കുവാൻ, നീ തരുന്നതൊക്കെ വിശ്വാസത്തോടെ അനുഭവിച്ചറിഞ്ഞ് പ്രഘോഷിക്കുവാൻ കർത്താവെ എന്നെയും എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാം വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും
മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം